നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോറ്റിയുമായി മന്ത്രിക്ക് എന്തു ബന്ധം? ചെറിയ ബന്ധമല്ല, അടുത്ത ബന്ധമുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ചിത്രം തന്നെ അതിനുത്തരം പറയും. വെറുമൊരു പരിചയം മാത്രമല്ല, അതുവഴി പോകുമ്പോൾ വീട്ടിലേക്ക് കയറുക മാത്രമല്ല, പോറ്റിയുടെ അച്ഛൻ്റെ പിറന്നാളിന് പോലും സമ്മാന പൊതികളുമായി എത്താൻ കടകംപള്ളി സുരേന്ദ്രൻ മറന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇവിടം കൊണ്ട് ഈ അന്വേഷണം നിൽക്കില്ല എന്ന് വ്യക്തമായ സൂചന ഈ ഒരൊറ്റ ചിത്രം നൽകുന്നു. പോറ്റിയും പത്മകുമാറും സത്യങ്ങളൊക്കെ തന്നെ ഛർദ്ദിച്ചിരിക്കുന്നു. കടകംപള്ളി ഇനി അധിക നാൾ ഇങ്ങനെ വിലസാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘം പോലും പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഈ ബന്ധങ്ങളിലെ ദുരൂഹതയും ഇതിനിടയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമൊക്കെ വലിച്ച് മറനീക്കി പുറത്തു കൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ടിറങ്ങുന്നു. നീക്കമേറെ സജീവമാക്കിയിരിക്കുന്നു. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ ഇഡിയുടെ പ്രധാന നിരീക്ഷണത്തിലുള്ളത്. ഇരുവരും തമ്മിൽ അവിഹിതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ഇഡി സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തന്നെ ഇതിനോടകം നിരവധി സാമ്പത്തിക സ്രോതസ്സുകൾ ഇഡി ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനി അടുത്തതായി എന്തായിരുന്നാലും ഇഡി സംഘം ചോദ്യം ചെയ്യും. ഏറ്റവും അടുത്ത സൗഹൃദം തന്നെ പോറ്റിക്കും കടകംപള്ളിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതികളുടെ 1,30,00,000 വിലമതിക്കുന്ന സ്വത്തുക്കളാണ് ഇഡി അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ മരവിപ്പിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ചയായിരുന്നു 3 സംസ്ഥാനങ്ങളിലായി റെയ്ഡ് നടത്തിയത്. ഇതിനു പിറകെയാണ് മിന്നൽ നടപടിയും. റെയ്ഡിൽ നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 100 ഗ്രാം സ്വർണ്ണക്കട്ടി പിടിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ വിവിധ ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെടുത്തു. 2019 2024 ഇടയിൽ പുറപ്പെടുവിച്ച ഔദ്യോഗിക ശുപാർശകൾ, ഉത്തരവുകൾ, കത്തിടപാടുകൾ, സ്വകാര്യ ജ്വല്ലറികളുടെ ഇൻവോയ്സുകൾ, പണമടച്ച രേഖകൾ, മറ്റു വസ്തുക്കൾ, രാസവസ്തുക്കളടക്കം വേർതിരിച്ചെടുക്കൽ, പുനർനിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട വാറണ്ടി സർട്ടിഫിക്കറ്റുകൾ അടക്കം ഈ രേഖയിൽ വരുന്നുണ്ട്. ദ്വാരപാലക വിഗ്രഹ ഭാഗങ്ങൾ, പീഠങ്ങൾ, ശ്രീകോവിലിന്റെ വാതിൽ ഫ്രെയിം പാനലുകൾ, സ്വർണം പൊതിഞ്ഞ പുരാവസ്തുക്കൾ തുടങ്ങി ചെമ്പ് തകിടന്ന് തെറ്റായി ചിത്രീകരിച്ച അനധികൃതമായി നീക്കം ചെയ്തതൊക്കെ തന്നെ പ്രാഥമിക അന്വേഷണത്തിലൂടെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. പുരാവസ്തുക്കൾ പിന്നീട് ചെന്നൈയിലും കർണാടകയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, റുദ്ദാം ജ്വല്ലേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു. അവിടെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ രാസപ്രക്രിയ വഴി സ്വർണം വേർതിരിച്ചുവെന്ന് ഇഡി പറയുന്നു. പിടിച്ചെടുത്ത സ്വർണവും അനുബന്ധ സ്വത്തുക്കളും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതാണെന്നും അവ പ്രതികൾ സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും മറച്ചുവെക്കുകയും ചെയ്തുവെന്നാണ് ഇഡി പറയുന്നത്. കൊച്ചി സോണൽ ഓഫീസിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരാണ് കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ 21 ഇടത്തായി സമാന്തരമായ റെയ്ഡ്, സീരിയൽ റെയ്ഡ് സംഘടിപ്പിച്ചത്. എന്തായിരുന്നാലും പോറ്റിക്കൊപ്പം ഇനി കുടുങ്ങുന്നത് മന്ത്രി തന്നെയാണ്. പോറ്റിയുടെ വീട്ടിൽ നേരത്തെ പരാമർശിച്ചിട്ടുള്ള കടകംപള്ളി സന്ദർശനം നടത്തിയിട്ടുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ആ ബന്ധം തന്നെ കടകംപള്ളി പകുതി സമ്മതിച്ചു, അന്വേഷണ സംഘത്തോട് അങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പിടിവീഴുമെന്ന കാര്യത്തിൽ 101% ഉറപ്പ്. ആ ഘട്ടത്തിൽ സത്യം പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് കടകംപള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാകും. ശബരിമലയിലെ മുൻ ഭരണസമിതി അംഗം പത്മകുമാർ ഇഡിക്ക് കൊടുത്ത മൊഴി ഏറെ നിർണായകമാണ്. കാരണം എനിക്ക് പരിചയമുള്ളതിന് മുന്നേ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നത് ശബരിമലയിൽ തന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രിക്കുമായിരുന്നു. ഇതാണ് പത്മകുമാർ മുന്നോട്ട് വെച്ച ഒരു വാദം. അത് സംബന്ധിച്ച സത്യസന്ധത ഇഡി പരിശോധിച്ചു, മനസ്സിലാക്കി. ശബരിമലയിലെ സ്പോൺസർഷിപ്പിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചത്. ഇഡി അത് വ്യക്തമാക്കുന്നു. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത്രയധികം സ്വത്ത് കുന്നുകൂടി. ഇതിന് പ്രത്യുപകാരമായി പലർക്കും വിലപിടിപ്പുള്ള ഉപഹാരങ്ങളും സാമ്പത്തിക സഹായങ്ങളുമൊക്കെ പോറ്റി തന്നെയാണ് നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലുള്ള സംശയം ബലപ്പെടുന്നു. പോറ്റിക്ക് ശബരിമലയിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഉന്നത തലത്തിൽ നിന്നാണ്. ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദേവസ്വം ബോർഡിലെ പല ജീവനക്കാരും പറയുന്നു. ഇതുവരെ മൊഴി കൊടുത്തിട്ടുള്ളതും പോറ്റിക്കെതിരായിട്ടുള്ള, മന്ത്രിക്ക് എതിരായിട്ടുള്ള, ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പോറ്റിയെ ചോദ്യം ചെയ്താൽ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. SITക്ക് കണ്ടെത്താൻ കഴിയാത്ത പല കാര്യങ്ങളും ഇഡി സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തി അതിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ 3 പ്രതികളുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു.
പത്മകുമാറിന് പുറമെ മുരാരി ബാബു, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾക്കെതിരെ ഗൗരവമായ തെളിവുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ നവംബർ 20-നാണ് SIT അറസ്റ്റ് ചെയ്തത്. കട്ടിളപ്പാളിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ പത്മകുമാർ അടങ്ങുന്ന ബോർഡിനൊരു വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിന് പിറകെയാണ് അറസ്റ്റുണ്ടായത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം സ്വാഭാവിക ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി കൊടുത്തിരുന്നു. കാരണം അറസ്റ്റായി 90 ദിവസം പിന്നിട്ടു. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചില്ല. പക്ഷേ കട്ടിളപ്പാളി കേസിൽ ജാമ്യം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ശബരിമലയുടെ അധികാരികൾക്ക് ജയിൽവാസം അടക്കം അന്നത്തെ ആ ദേവപ്രശ്നത്തിൽ വിധിച്ചിരുന്നുവെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോൺക്രീറ്റ് കൊടിമരം എങ്ങനെ ചിതലിരിക്കും? ഈ ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അലയടിച്ചത്. കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചെന്നും തുരുമ്പെടുത്തെന്നും പറഞ്ഞ് പുതിയ കൊടിമരം സ്ഥാപിച്ചത് തന്നെ തട്ടിപ്പ് എന്ന രീതിയിലായിരുന്നു ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രചാരണം നടത്തിയത്. അത് നുണയാണെന്ന് തെളിയിക്കുന്ന ദേവപ്രശ്ന ചാർത്താണ് പുറത്തു വന്നത്. പ്രശസ്ത ജ്യോതിഷിമാരായിട്ടുള്ള ചെറുവള്ളി നാരായണൻ നമ്പൂരി, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദേവപ്രശ്നത്തിലായിരുന്നു കൊടിമരം മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. അതിനുള്ള കാരണങ്ങളുമുണ്ട്. ഈ പറഞ്ഞതുപോലെ ചിതലെടുക്കുന്നതായിരുന്നില്ല. കൊടിമരത്തിൽ അനർഹമായ ലേപനം പൂശിയത് ദോഷമായി മാറി. അങ്ങനെ ജീർണതയുണ്ടായി. അനർഹമായ ലേപനമെന്ന് കണ്ടത് കൊടിമരത്തിലുണ്ടായ പൊത്തു മറയ്ക്കാൻ വേണ്ടി പെയിന്റ് അടിച്ചിരുന്നു. ഇത് കാരണം കോൺക്രീറ്റ് കൊടിമരം മാറ്റി പകരം തടി കൊണ്ടുള്ള കൊടിമരം വേണമെന്നായിരുന്നു ദേവപ്രശ്നത്തിലുണ്ടായ വിധി. അതോടെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ ദേവസ്വം ബോർഡിനോ തന്ത്രിക്കോ പങ്കില്ല എന്നുള്ളതാണ്. കൊടിമരം മാറ്റിയതിന് പിന്നിൽ കൃത്യമായി അയ്യപ്പൻ്റെ ദർശനം തന്നെയായിരുന്നു. ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ മാസം 14-ാം തീയതി. ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരാണ് കൊടിമരം മാറ്റാൻ നടപടികൾ പിന്നീട് നടത്തിയത്. 16 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങിയ ബോർഡ് അധികാരമേറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പ്രയാറിന് പങ്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രയാറിനെതിരെ നിരവധി ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തിയിരുന്നു. അതൊന്നും തന്നെ നിലനിൽക്കില്ല, രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലെന്ന് വ്യക്തമായിരിക്കുകയാണ്. 2017 ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള രാഷ്ട്രീയ നീക്കമെന്ന ആക്ഷേപം അത് ബലപ്പെടുന്നു. ഇതിനിടയിൽ പലവിധ വിഷയങ്ങൾ, അതിൽ കൗതുകകരമായി തന്നെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ് 1 പതിറ്റാണ്ടിനിപ്പുറം സംഭവിച്ചിരിക്കുന്ന ഈ വിഷയങ്ങൾ അന്നേ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ 10 പേർ ഇന്ന് ജയിലിലായിരിക്കുന്നു. അന്ന് ദേവപ്രശ്ന വിധിയിൽ പറഞ്ഞതുപോലെ ക്ഷേത്രവുമായി അടുത്ത് പ്രവർത്തിച്ചവരും നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടവരുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അഴിക്കുള്ളിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഉള്ളവരെ വേണ്ടത്ര പരിശോധനകളില്ലാതെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്, അവരെ അവിടെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിയത്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുണ്ടായ ദുഷ്പേരിനും മാനഹാനിക്കും കാരണമെന്ന് വിശ്വാസികൾ തന്നെ, ഭക്തർ തന്നെ വിശ്വസിക്കുന്നു. അയ്യപ്പൻ്റെ ചൈതന്യത്തിന് അഹിതമായ പലതും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അന്നത്തെ കണ്ടെത്തലുകൾ വിശ്വാസികളെപ്പോലും ഞെട്ടിച്ച സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാനിക്കാതെ ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇതിനപ്പുറത്തേക്ക് സംഭവിക്കുമെന്ന് അയ്യപ്പൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി തന്ത്രിയിൽ നിന്നും ഇപ്പോൾ മന്ത്രിയിലേക്കാണ് അന്വേഷണം. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി പ്രതികരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. സംഭവം നടന്ന കാലയളവിൽ മന്ത്രിയായിരുന്നതിനാൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ താൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഹൈക്കോടതി നേരിട്ട് നിശ്ചയിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ ഇതിലേക്ക് തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്.